ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കണ്ടത് എന്റെ കുഞ്ഞിനെ തന്നെയാണെങ്കിൽ ദൈവം അവളെ എന്റെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തി തരും. ആന്റി ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോ ഇനി ഇത് അർച്ചനേട്ടത്തി തന്നെയാണോ? വർഷങ്ങൾക്ക് മുമ്പ് എന്നേക്കുമായി കുപ്പിയിലടച്ച ഭൂതം വീണ്ടും എങ്ങനെ തലപൊക്കി? എവിടെയാ നമുക്ക് പിഴവ് പറ്റിയത്? കരിങ്കല്ലുകൾ നിറഞ്ഞ ചാക്കിലാക്കി വേണ്ടത്ര മുൻകരുതലോടുകൂടി തന്നെയാണ് നമ്മളെല്ലാം ചെയ്തത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്? ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? മാഡം, പുരാവസ്തു വകുപ്പിന്റെ ഏതോ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് പാറമടയിൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെയൊക്കെ വാലും തുമ്പും തിരഞ്ഞ് ആരെങ്കിലും എന്റെ പിന്നാലെ വരുവോ? ഏയ് ഇല്ല മാഡം, അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഉറപ്പിച്ച് ചിന്തിക്കാൻ വരട്ടെ മൂർത്തി. കുറച്ചു നാളുകളായി ഒരു വല്ലാത്ത ഭയം എന്നെ അലട്ടുന്നുണ്ട്. എവിടെയോ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടോന്നൊരു തോന്നൽ. അതിനിപ്പോ ആര്? സേതുമാധവൻ മരിച്ചു, ആ കുടുംബം തകർന്ന് തരിപ്പണമായി. അവരെ കൊണ്ട് ഇനി എന്തെങ്കിലും സാധിക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? പക്ഷേ എവിടെയാണെന്ന് പോലും അറിയാത്ത മറ്റൊരാൾ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടി ജീവൻ വെച്ച് വരുന്ന ഒരുത്തി, അർച്ചന. ഓരോ രാത്രികളിലും ഇപ്പോഴും അവൾ എന്റെ ഉറക്കം കെടുത്താറുണ്ട്. എവിടെയോ അവൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. ഇല്ല മാഡം, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അർച്ചന എന്നെ തിരിച്ചു വരുമായിരുന്നു. എവിടെയെങ്കിലും പോയി തീർന്നു കാണും. അത് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് എനിക്കെതിരെ ഒരു നീക്കം ഉണ്ടായ അത് മുളയിലേ നുള്ളണം. എന്തായാലും പാറമടയിലെ സംഭവങ്ങളൊന്ന് അന്വേഷിക്കും. എന്നിട്ട് എത്രയും വേഗം കാര്യങ്ങൾ എന്താണെന്ന് എന്നെ അറിയിക്കണം. ശരി മാഡം. മോളെ, അമ്മ ഏതോ അർജന്റ് ജോലിയില്ല, ആരും ശല്യപ്പെടുത്തല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആന്റി മോൾക്ക് പാല് കാച്ചി തരക്കട്ടെ? മോളെ നിക്ക്. മോളെ പാല് കുടിച്ചിട്ട് പോ. മോളെ, അമ്മ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യല്ലേ? അമ്മ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? അമ്മ വന്നേ. അമ്മ കുറച്ചു കഴിഞ്ഞ് വരാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ജെനി. മാഡം, മാഡം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്നാൽ ഉടനെ തന്നെ മോക്ക് വേണ്ടത് കൊടുക്കണമെന്ന്. ഒരു കാര്യം പറഞ്ഞ ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ പറഞ്ഞതാ മാഡം, പക്ഷേ മോള് കേട്ടില്ല. മോള് ചെല്ല്, അമ്മ വന്നോളാം. ഇല്ല, ഞാൻ പോവില്ല. കേക്കും വാ മോളെ, വാ. മോൾക്കേ നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ?
എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? ഡോക്ടർ ജയരാജ് നല്ല ന്യൂറോ ഡോക്ടറാ. ആവശ്യമില്ലാത്ത ഒരു മരുന്നും അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഈ തലവേദന എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓ, ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടെന്നേ. വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു MRI സ്കാനിങ് ചെയ്യാം. അത് നമ്മളല്ലല്ലോ, ഡോക്ടറല്ലേ തീരുമാനിക്കുന്നേ. ദേ, ഇന്നത്തെ മെഡിക്കൽ ചെക്കപ്പ് കഴിയുമ്പോൾ തന്റെ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദനയ്ക്കൊരു പരിഹാരമാവും. ചില നേരത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല സമാധാനമായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് തല മൊത്തത്തിലൊന്ന് പെരുത്തു കയറും. പിന്നെ സഹിക്കാൻ പറ്റാത്ത തലവേദന. എല്ലാം ശരിയാവുന്നേ, താൻ ധൈര്യമായിട്ടിരിക്കേ. ആന്റി ഈ പറയുന്നൊക്കെ സത്യമാണോ? കണ്ടത് അർച്ചനേട്ടത്തി തന്നെയാണോ? എവിടുന്ന്? സച്ചിയേട്ടന്റെ അസുഖം അമ്മയ്ക്കും പിടിപെട്ട് കാണും. അല്ല, അമ്മയുടെ കണ്ണട പൊട്ടിയിട്ട് ഇതുവരെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്നില്ലല്ലോ. കണ്ണാടി ഇല്ലാത്തതിന്റെ ഒരു മൂടാപ്പ് കുറച്ചു ദിവസമായിട്ട് അമ്മയുടെ കണ്ണിലുണ്ട്. ചില കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. ശരിയാ, കാണുന്ന കാഴ്ചകൾക്കൊന്നും വ്യക്തതയില്ലായിരിക്കും. പക്ഷെ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കേട്ടത് എന്റെ മോളുടെ ശബ്ദം തന്നെയാ. അതിനെനിക്ക് കണ്ണട വേണ്ടല്ലോ. എന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് അവള് തന്നെയാ, അവള് തന്നെയാ. ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോ കണ്ണിലെ മൂടാപ്പ് മാറി ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അവളൊരു കാറിലോട്ട് ഇങ്ങനെ കേറി പോകുന്നു. സത്യാണോ ആന്റി പറയുന്നത്? ആ സത്യം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏട്ടത്തി ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി നമ്മളെ കാണാതെ പോവോ? അത്ര പെട്ടെന്ന് നമ്മളെയൊക്കെ മറക്കാൻ പറ്റുമോ അർച്ചനേട്ടത്തിക്ക്?